ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ട് കേട്ടോ. അന്ന് ക്രീമില്ലാത്ത കേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് കുട്ടികൾ പറയാം ക്രീമുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. ആദ്യം തന്നെ ഒരു നനവില്ലാത്തൊരു പാത്രം എടുക്കുക. പിന്നെ അതിലേക്ക് മൈദ 1.5 കപ്പ് കേട്ടോ അത് ഇടാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുട്ട 3 കേട്ടോ, അത് അങ്ങോട്ട് അതിലേക്ക് ഉടച്ചൊഴിച്ച് പിന്നെ വാനില എസൻസ് നമുക്ക് ഒരു മൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് ഓയിലാണ്. ഓയിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പാല് 3/4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി അങ്ങോട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ, നല്ലതുപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മാവുണ്ടല്ലോ, മൈദ മാവ്, അത് അതിലേക്ക് അങ്ങോട്ട് ചെലിച്ച് മാറ്റി വെച്ചാണ് അത് ഇടുക. പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് ചെലിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വിക്സ്ക്ക് അപ്പത്തിനും കാണാനില്ലാണ്ടായിട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ടൊന്ന് ബീറ്റ് ചെയ്യാൻ നോക്കിയത്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കിട്ടി. പിന്നെ അത് വേഗം ആ ബീറ്റ് ചെയ്യണം കൊണ്ട് അങ്ങോട്ട് നന്നായി ഒന്ന് എല്ലാം അങ്ങോട്ട് നന്നായി കൊണ്ട് ഇളക്കി മറിച്ച് വെക്കണ്ട, സാവധാനം എടുത്തിട്ട് അങ്ങനെ നമുക്ക് മെല്ലെ 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 മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ സാവധാനം എടുത്ത് മെല്ലെ അവിടെ അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്ത് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിൽ എണ്ണ തടവി വെക്കാം. എല്ലാം അവിടെ അങ്ങോട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തടവി വെച്ചു. പിന്നെ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അതിലേക്ക് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബബിൾസൊക്കെ പോകും. അപ്പോഴത്തേന് ഞാനവിടെ നമ്മുടെ കുക്കറൊക്കെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ അങ്ങോട്ട് ചൂടായിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഈ കേക്കിൻ്റെ ടിന്ന് അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇത് ആവാൻ വേണ്ടിയിട്ട് സമയമായിട്ടോ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് വേഗം വെച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിക്കണം കേട്ടോ. നല്ല എന്താ പറയുക, നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക്. അടിപൊളി കേക്ക് എന്ന് തന്നെ പറയണം. അപ്പോൾ കുറച്ച് മേലെ പൊങ്ങിയിട്ടുണ്ടെന്ന് ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ പിന്നെ കറക്റ്റാവും. ഒരു കത്തി എടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലത്തെ ഭാഗം അങ്ങോട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യമില്ല വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അങ്ങോട്ട് കേക്കിൻ്റെ ആ മേലത്തെ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ കേക്ക് അവിടെ ഒത്തിരി ചൂടാറട്ടെ അവിടെ വെച്ചു. അപ്പോഴത്തേനും നമുക്ക് ഒരു ക്രീം ഉണ്ടാക്കണ്ടേ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ അടുത്തത് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൊക്കോ പൗഡർ വേണം കേട്ടോ. കൊക്കോ പൗഡർ ഒരു 2.5 ടേബിൾ സ്പൂൺ എടുക്കണം കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിക്കണം. ഇനിയിപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം ബീറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പോഴത്തേന് നമ്മുടെ ഏകദേശം അവിടെ കേക്കൊക്കെ ഇങ്ങനെ ചൂടാറി സെറ്റായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് ബീറ്റൊക്കെ ആക്കി ഇങ്ങനെ എടുക്കാൻ വെച്ചിട്ടാണ്.
അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ അങ്ങോട്ട് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ താഴേക്കാക്കിയ ക്രീം വീഴില്ല. അപ്പോൾ റെഡി ആയി എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ പഞ്ചസാര സിറപ്പാണെങ്കിൽ നിങ്ങൾ അത് ഉണ്ടാക്കിക്കോളൂ. ഇവിടെ ഞാനുണ്ടാക്കിയ 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരല്ല, അതും കൂടി കലക്കി വെച്ചതാട്ടോ. പിന്നെ നമ്മുടെ കേക്കിനെ ടിന്നിലേക്ക് ഇതിൽ തന്നെ കേട്ടോ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കേക്ക് അങ്ങോട്ട് വെച്ച് പിന്നെ കത്തി കൊണ്ട് എല്ലാവിടെയും ഒന്ന് കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഒഴിക്കണ ഈ പാലിൻ്റെ മിശ്രിതം അതിൽ ഒഴിച്ച് വെച്ചാൽ ഉള്ളിലേക്കൊക്കെ നന്നായി ഇറങ്ങി റെഡി ആവുമല്ലോ. അതിന് വേണ്ടി എല്ലാവിടെയും ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്ത് ഓട്ടാക്കി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ബൂസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതങ്ങോട്ട് നന്നായി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതങ്ങനെ കേക്ക് അതൊക്കെ അങ്ങോട്ട് കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അങ്ങനെ മെല്ലെ 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 അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒറ്റയടിക്ക് എല്ലാം ഒഴിച്ചു കൊടുത്ത് പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കുടിക്കില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെ ആക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മേഡാട്ടോ. അത് ഈ കേക്കിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കേക്ക്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് അതിൻ്റെ മേലൊക്കെ ഒഴിച്ച് എല്ലാവിടെയും ഒന്ന് പരത്തി കൊടുക്കുക. ഈ മിൽക്ക് മേഡ് അങ്ങോട്ട് കേക്കിൻ്റെ എല്ലാവിടെയും സൈഡും എത്തണ പോലെ അങ്ങോട്ട് എല്ലാവിടെയും എത്തിച്ച് അതിനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവിടെയും അയക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ക്രീമുണ്ടല്ലോ അതെടുത്ത് ഇനി എല്ലാവിടെയും അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ കൊക്കോ പൗഡർ ഈ വിപ്പിംഗ് ക്രീമിൽ ഇട്ടിട്ട് അടിച്ച് പറഞ്ഞാൽ അങ്ങനെ നല്ല അടിപൊളിയായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാവിടെയും അങ്ങോട്ട് സെറ്റാക്കിക്കണം. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക. 1/2 മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ, ഒരു മണിക്കൂർ തന്നെ ഇരുന്നോട്ടെ ഫ്രിഡ്ജിൽ കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ അങ്ങോട്ട് വയ്ക്കാം നമുക്ക്. ഇനിയിപ്പോൾ അത് 1 മണിക്കൂർ വെച്ചാൽ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇനി കേക്കിൻ്റെ മേലോട്ട് ഒഴിക്കാൻ നമുക്ക് ഒരു അടിപൊളി ഗണേശ പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പാല്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കൊക്കോ പൗഡർ 5 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ ഓയിലും 5 ടേബിൾ സ്പൂൺ വേണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നല്ലതുപോലെ നന്നായിട്ട് ഈ കൊക്കോ പൗഡറും പഞ്ചസാരയും പാലും ഓയിലും ഒക്കെ അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്ത് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവ് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി പാലും ഇതെല്ലാം നന്നായി ഒന്ന് കുറുകി വരുമല്ലോ, അതുവരെ ഒന്ന് എങ്ങനെ മെല്ലെ ഒന്ന് മെൽറ്റാക്കി എടുത്ത് നന്നായി ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്താൽ ചൂടാകുമ്പോൾ നന്നായി അങ്ങോട്ട് വറ്റി പോകരുത്, അങ്ങനെ ആക്കരുത് കേട്ടോ. ഇത് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു പരുവം മതി. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങോട്ട് ഇളക്കിയൊക്കെ ഇങ്ങനെ ആക്കി അതിൻ്റെ കട്ടയും എല്ലാം അങ്ങോട്ട് ഉടഞ്ഞ് വരും കേട്ടോ. നല്ലതുപോലെ ജ്യൂസി പോലെ ആവും. അപ്പോൾ കുറച്ച് നേരം സമയം എടുത്തിട്ട് ഇങ്ങനെ എല്ലാം അവിടെ അങ്ങോട്ട് നന്നായി കൈവിടാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് എടുക്കുക, അതിലേക്ക് ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് എല്ലാവിടെയും ആക്കുക. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്ന കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിക്കണു.